നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ പുന്നപ്ര വടക്കലിൽ കഴിഞ്ഞ ദിവസം അമ്മയുടെ ആൺ സുഹൃത്തിനെ ഷോക്കടിപ്പിച്ച് മകൻ കൊലപ്പെടുത്തിയ കേസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി പ്രതി കിരണിനും മാതാപിതാക്കൾക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. കിരണിനും അച്ഛൻ കുഞ്ഞുമോനും അമ്മ അശമ്മയ്ക്കുമെതിരെയാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട ദിനേശിനോടുള്ള വർഷങ്ങൾ നീണ്ട പക, ഈ പകയാണ് ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ നിർണായകമായി കണ്ടെത്തിയിരിക്കുന്നത്. 4 വർഷം മുന്നേ ദിനേശൻ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് നിയമ നടപടികളിലേക്ക് കിരൺ കടന്നില്ല. കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ദിനേശൻ വീട്ടിൽ വന്നിരുന്നു. ഇതേ ചൊല്ലി സംഘർഷമുണ്ടായി. മുമ്പും ദിനേശിനെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തി. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം വീടിനു പിന്നിൽ വൈദ്യുത കമ്പി കെട്ടി കെണി ഒരുക്കിയായിരുന്നു ദിനേശിനെ കൊലപ്പെടുത്തിയത്. അമ്മയുടെ ഫോണിലേക്ക് വന്ന മെസ്സേജിൽ നിന്നായിരുന്നു ദിനേശൻ വീട്ടിലേക്ക് വരുമെന്ന് മകൻ കിരൺ അറിഞ്ഞത്. മാത്രമല്ല, ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നതിന് മാതാപിതാക്കളുടെ സഹായം കിട്ടിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 6:30യോടെയാണ് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 15-ാം വാർഡിൽ കണ്ണങ്കാട്ടുവെളിയിൽ ദിനേശനെ, 53 വയസ്സായിരുന്നു, ഇയാളെ വീടിന് കിഴക്കുവശത്തുള്ള വിജനമായ വിരിപ്പ് പാടശേഖരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ചുള്ള കൊലപാതകമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികളിലേക്ക് എത്തിയത്. സംഭവത്തിൽ അറസ്റ്റിലായ കിരണിന്റേത് ക്രിമിനൽ ബുദ്ധിയാണെന്നും ഇലക്ട്രിക് ജോലിയൊക്കെ നന്നായി അറിയുന്നയാളാണെന്നും അയൽവാസികളും പ്രതികരിക്കുകയുണ്ടായി. കിരണിന്റെ അമ്മയുടെ സുഹൃത്തായിരുന്നു ദിനേശൻ. അയൽവാസികളായ എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. കഴിഞ്ഞ ദിവസം രാത്രി ദിനേശൻ വീട്ടിലേക്ക് വന്നപ്പോഴായിരുന്നു കിരൺ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. വീട്ടിലെ ഇലക്ട്രിക് വയർ ഉപയോഗിച്ചായിരുന്നു ഷോക്കടിപ്പിച്ചത്. മുറ്റത്തേക്ക് എടുത്തുമാറ്റിയ മൃതദേഹത്തിൽ മറ്റൊരു ഇലക്ട്രിക് കമ്പി കൊണ്ടുകൂടി ഷോക്കടിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു. നിലവിൽ പോലീസ് പ്രതിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുകയാണ്. കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പാടത്ത് ഉപേക്ഷിച്ചു. ദിനേശനെ കൊലപ്പെടുത്തിയ വിവരം കിരണിന്റെ അച്ഛൻ അറിഞ്ഞിട്ടും മൂടിവെച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ദിനേശനെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കമന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മദ്യപിച്ച് കിടക്കുകയാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷവും സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാതായതോടെയായിരുന്നു നാട്ടുകാർ വാർഡ് മെമ്പറെ അറിയിച്ചത്. തുടർന്ന് നോക്കിയപ്പോഴായിരുന്നു മരിച്ചു കിടക്കുന്നതാണെന്ന് മനസ്സിലായത്. മുറിവേറ്റ പാടുകൾ കണ്ടു. ഇതോടെ സംശയമായി. തുടർന്ന് പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണ് എന്നത് മനസ്സിലാക്കാൻ സാധിച്ചത്. കിരണിനെ നേരത്തെ പരിചയമുണ്ടെന്നും പക്ഷേ വലിയ അടുപ്പമില്ലെന്നും ദിനേശന്റെ മകൻ പ്രതികരിച്ചു. അവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല. ജോലി സ്ഥലത്ത് നിൽക്കുമ്പോഴായിരുന്നു വിവരം അറിയുന്നത്. സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുന്നതിനിടെ കിരൺ വിളിച്ചിരുന്നു. സുഹൃത്താണ് ഫോൺ എടുത്തത്. ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നാണ് കിരൺ ഫോണിൽ പറഞ്ഞത്. കിരൺ മുമ്പും അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ കൊലപ്പെടുത്താനുള്ള വൈരാഗ്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ദിനേശന്റെ മകൾ പ്രതികരിക്കുകയുണ്ടായി. അച്ഛന്റെ മരണാനന്തര ചടങ്ങിന് കിരണും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിരുന്നുവെന്നും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നുവെന്നും അപ്പോഴൊന്നും സംശയം ഉണ്ടായിരുന്നില്ലെന്നും മകൾ വ്യക്തമാക്കി. തലയിലൊക്കെ ചോരയുണ്ടായിരുന്നുവെന്നും മുഖത്തും കയ്യിലുമൊക്കെ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അപ്പോഴേ കൊലപാതകമാണെന്ന് ഉറപ്പിച്ചിരുന്നുവെന്നും നാട്ടുകാരും വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ആലപ്പുഴ പുന്നപ്രയിൽ ഉണ്ടായിരിക്കുന്ന ഈ കൊലപാതകവും വളരെയധികം നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.